എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പക്കോടയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ പക്കോട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 800 ഗ്രാം അളവിൽ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ആ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 8ഓളം പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു 10-12ഓളം വെളുത്തുള്ളിയാണ്. ഇത് അത്യാവശ്യം വലിയ അല്ലി വെളുത്തുള്ളിയാണ്. തീരെ ചെറിയതാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ഈ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാകുമ്പം ഈ ഒരു ചിക്കന് നല്ലൊരു കളർ കിട്ടും. ഒരുപാട് എരിവുണ്ടാവത്തില്ല. നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ചെറിയ ജീരകം വറുത്തിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ ഇത്. അത് നമുക്കൊരു 1.5 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1.25 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലൊരു 1.25 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തി ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് എന്തായാലും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ നമ്മളൊന്ന് അരച്ചിട്ടെടുത്താൽ മതി. ഒരുപാട് വെള്ളം കൂടി പോകരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിന് വേണം കേട്ടോ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലൊരു 800 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കനാണ്. ബോൺലെസ് ചിക്കന് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. കറക്റ്റ് 800 ഗ്രാം ആണ് കേട്ടോ ഇതിൻ്റെ ഒരു അളവ്. ഈ ഒരു ചിക്കനിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മസാല ഫുള്ളായിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പോലെ തന്നെ അടിച്ചിട്ടെടുത്ത ഈ ഒരു മുട്ട ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ആകുന്ന രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് നമ്മളിതൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന ഒരു സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഈ ഒരു മസാലയൊക്കെ ഒരു ചിക്കനകത്ത് നന്നായിട്ട് തന്നെ പിടിക്കണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു 2 മണിക്കൂർ വെക്കുക. ഇനി നിങ്ങൾക്ക് ഇത് ഓവർനൈറ്റ് ഇതുപോലെ മസാല പുരട്ടിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ 2 മണിക്കൂർ വെക്കേണ്ടതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിവിടെ നമ്മൾ ഒരു 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇത്രയും സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വെള്ളമേ പോലെ ഇതുപോലെ മുകളിൽ വന്ന് കിടക്കും. അപ്പോൾ ഇതിൽ നമ്മളൊരു വന്ന് കിടക്കുന്ന ഒരു വെള്ളമേ ഒരു സ്പൂണും കൊണ്ട് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില തീരെ ചെറിയതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് നിങ്ങൾക്ക് ഇരിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണും കൂടി നമുക്ക് കോൺഫ്ലവർ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലവർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കന് ഇതേപടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ചിക്കൻ പക്കോടയാവും. പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 100 ഗ്രാം അതായത് ഏകദേശം ഒരു 1/2 കപ്പോളം കാഷ്യൂ നട്ടും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ചിക്കൻ കഷ്ണങ്ങളും എടുത്തിട്ട് ഒരു കാഷ്യൂ നട്ട് എടുക്കുക. എന്നിട്ട് അതും കൂട്ടി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇത് രണ്ടും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ആ ഒരു ചിക്കൻ ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു കാഷ്യൂ നട്ടും കൂടെ ആ ഒരു സമയം കൊണ്ട് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ അത് രണ്ടും കൂടി കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കാഷ്യൂ നട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ മാത്രമായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഓരോ ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഒരു കാഷ്യൂ നട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു 2-3 തവണയായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. ഇത്രയും ചിക്കൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു സൈഡും കൂടി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ നല്ലപോലെ തന്നെ വെന്ത് പുറമേ നല്ല മൊരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മൾ ചിക്കൻ എണ്ണയ്ക്ക് അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ചിക്കൻ ഇതുപോലെ നല്ലപോലെ തന്നെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഓരോ കാഷ്യൂ നട്ടും കൊണ്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, രണ്ടാമത് ഇട്ട് കൊടുത്തതും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ചേരുവകളും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു 8-10 പച്ചമുളക് ഇതുപോലെ നെടുക്കി ഒന്ന് കീറിയതിന് ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നെടുകെ കീറിയിട്ട് തന്നെ വേണ്ടിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഴുവനായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്, അതങ്ങ് പൊട്ടി അങ്ങ് വരും. അത്യാവശ്യം മുളകൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇത് കണ്ടില്ല, ഒരുപാടങ്ങ് മൂത്തങ്ങ് പോവരുത്. ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്ക് രണ്ടും അങ്ങ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുത്ത് ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ കാഷ്യൂ നട്ടുമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുത്ത് ഈ ഒരു ചിക്കൻ പക്കോടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചിക്കൻ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ഒരു ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.